ത്രിയേക ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാചനങ്ങളാണ്. അതിലൊരു കനാന്യ സ്ത്രീ യേശുവിനെ കണ്ടിട്ട് ഓടി വന്ന് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കനിവ് തോന്നണമേ, എൻ്റെ മകൾ ഭൂതബാധയാൽ പീഡിക്കപ്പെടുകയാണ്. എന്നാൽ അത്ഭുതകരമായിട്ട് യേശു അവളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ അവളെ നോക്കുന്നില്ല. യേശു അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, അവൾ നിലവിളിച്ചുകൊണ്ട് നമ്മളെ പിന്തുടരുന്നുണ്ട്, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതായ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ യേശു ഇതിനു മുമ്പേ ഈ ഒരു ഉപമ പറയുന്നുണ്ട്. 100 ആടുകളുള്ള ഒരു ആട്ടിടയന് ഒരെണ്ണത്തിനെ കാണാതാവുമ്പോൾ 99നെയും വിട്ടിട്ട് ഈ കാണാതായതിനെ തിരഞ്ഞു നടക്കും, അതിനെ കണ്ടെത്തുവോളം അതിനെ തിരഞ്ഞു നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം കാണാതായ ആടുകളെയാണ് യേശു അന്വേഷിച്ച് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പാപികളായ നമ്മളെ അനുതാപത്തിൽ നമ്മൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിന് അവരെയാണ് വേണ്ടുന്നത്. അവർക്ക് വേണ്ടിയാണ്, പാപികളായ നമ്മൾക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് യേശുവിൻ്റെ തിരുരക്തത്തിൽ നമ്മളെ കഴുകുവാൻ വേണ്ടിയാണ്, ഈ പാപികളായ നമ്മളെ തിരുരക്തത്തിൽ കഴുകുവാൻ വേണ്ടിയാണ്, നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പം നമ്മൾ പാപികളായ നമ്മൾ നിലവിളിച്ച് ദൈവത്തിനോട് കരഞ്ഞപേക്ഷിക്കുക, ദാവീദ് പുത്ര, ഈ പാപിയായ എൻ്റെ മേൽ കനിവ് തോന്നണമേ. വേറെയും ഒരിടത്ത് ഇതേ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്, ഒരു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. അയാൾ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇത് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പാപികളായ ഒരുപാട് കുഴിയിൽ വീണിട്ട് പോയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പൂർവികർ. അപ്പം ഈ ഒരു നമ്മുടെ ബന്ധത്തിലും നമ്മളിലും വന്നു പോയിട്ടുള്ള പാപങ്ങൾ കാരണം നമ്മൾ ഒരുപാട് ബന്ധനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുശ്ശീലങ്ങളാവാം, നമ്മുടെ രോഗങ്ങളായിരിക്കാം, മറ്റു പല തടസ്സങ്ങളായിരിക്കാം. പല ബന്ധനങ്ങളിലും നമ്മൾ പെട്ടുപോകുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്ക് യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ പാപത്തിൽ നിന്നും, എൻ്റെ സഹോദരങ്ങളുടെ പാപത്തിൽ നിന്നും, എൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വന്ന പാപത്തിൽ നിന്നും, എൻ്റെ മരിച്ചുപോയ 33 തലമുറയിലുള്ള എല്ലാ മരിച്ചുപോയവരുടെ പാപങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്തിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.